ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു സമാന്തര ശ്രേണി എഴുതുന്നുണ്ട്. അതിലെ ആദ്യത്തെ പദം 19 അടുത്തത് 28, 37, ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? 100 എന്നുള്ള ഒരു നമ്പർ, 100 എന്നുള്ളത്, അതായത് ഇപ്പോൾ ഒന്നാം പദം 19, രണ്ടാം പദം 28, ഇവിടെ മൂന്നാം പദം 37. അങ്ങനെ കുറേ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു പദം 100 വരുമോ? ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദം 100 ആവുമോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണത്. അപ്പോൾ ഇത് ഒന്നാം പദമാണ്, നമുക്കറിയാമല്ലേ? ഇത് ഒന്നാം പദമാണ്, ഇത് രണ്ടാം പദമാണ്, ഇത് മൂന്നാം പദമാണ്. ഇങ്ങനെ പോയിട്ട് ഈ 100 പദം ഇതിലുണ്ടാവുമെന്ന് നമുക്കറിയില്ല, അത് എത്രാമത്തെ പദമാണെന്ന് നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ ഒരു സമാന്തര ശ്രേണി കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് അതിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പോൾ ഡി എത്ര നമുക്ക് കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് എന്താണ്? 28 നിന്നും അടുത്തടുത്ത 2 പദങ്ങൾ തന്നാൽ അതിന് ഒന്നിൽ നിന്ന് തൊട്ട് മുന്നുള്ളത് കുറയ്ക്കുക. അപ്പോൾ 28 നിന്നും 19 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ 9 കിട്ടും. ഇവിടുത്തെ പൊതുവ്യത്യാസം 9 കിട്ടി. ഇനി നമുക്ക് അറിയണ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പദമാറ്റം ഈക്വൽ ടു സ്ഥാനമാറ്റം ഇൻറ്റു ഡി. പദമാറ്റം എന്ന് പറഞ്ഞാൽ സ്ഥാനം ആറ്റത്തിന് പൊതുവ്യത്യാസമായ ഡി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയില്ല ഈ 100 ഇതിലെ ഒരു പദമാണ് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം ഒന്നാം പദം 19, രണ്ടാം പദം 28. അങ്ങനെ അറിയില്ല, നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ n എന്നിട്ട് എടുക്കുകയാണ്. ഇത് എത്രയാണ്? എന്നാം പദം, nth പദം, അല്ലെ nth ടേം എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ. നമുക്ക് പറയാം ഇത് എന്നാം പദമാണ്. ഏത്? 100. ഇവിടുത്തെ എന്നാം പദം 100 ആണെന്നാണ് വിചാരിക്കുക നമ്മൾ. എന്നിട്ട് നമുക്കിതാ, അപ്പോൾ ഈ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരിക? നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ പദമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് 100 ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 100, ഇവിടെ നമ്മൾ പദമാറ്റം ഒന്ന് 100ഉം ഒന്ന് ഇവിടെ ഫസ്റ്റ് പദം എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതാ ഒന്നാം പദം, അത് ഒന്നാം പദം ഞാൻ ഇവിടെ എഴുതണില്ല കേട്ടോ. ഒന്നാം പദം 19, എന്നാം പദം എത്രയാണ്? 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പദമാറ്റം കാണുമ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 100 - 19, ഓക്കെ, ഈക്വൽ ടു സ്ഥാനമാറ്റം ഇവിടെ n ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ n - 1 ഇൻറ്റു ഡി എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് n അറിയില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡീനെ പിടിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഡീനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഗുണിക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? 100 - 19 ഇവിടെ ഉണ്ട്, അതിനെ കൊണ്ട് ഡിവൈഡഡ് ബൈ, അതിനെ ഡി കൊണ്ട് ഹരിക്കണം, ഈക്വൽ ടു n - 1 വരും. ഇനി നോക്കുക കേട്ടോ, ഒന്ന് നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ n - 1 എപ്പോഴും എന്താവാം? നമുക്കൊരു എണ്ണൽ സംഖ്യയായിട്ട് കിട്ടണം, ഒരു ദശാംശ സംഖ്യയായിട്ട് കിട്ടില്ല. കാരണം ഇപ്പോൾ വിചാരിക്കാം ഈ 100 എന്നുള്ളത് ഈ ഒരു ശ്രേണിയിലെ ഒരു 20ാം പദമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്താ 20, ഇവിടെ ശരിക്കും n - 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടേണ്ടത്? n എന്ന് 1 കുറയ്ക്കുമ്പോൾ 20 - 1 19 കിട്ടണം, അല്ലേ? അങ്ങനെയല്ലേ കിട്ടേണ്ടത്? ഇനിയിപ്പോൾ 20 അല്ല, ഈ 100ാം പദം എന്ന് പറഞ്ഞാൽ, 100ാമത്തെ പദം, ഇതിലെ പദം 100 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 25ാം പദം എന്നാണ് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് n - 1 എന്താ കിട്ടുന്നത്? ഇവിടെ n തന്നെ 25ആണ്. അപ്പോൾ 25 - 1 24 കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും, 1 2 3 അല്ല 1 2 3 4 അങ്ങനെ 5 അല്ലാതെ ഒരിക്കലും 0.1 2.4 ഇങ്ങനെയുള്ള ദശാംശ സംഖ്യകൾ നമുക്ക് കിട്ടാൻ പാടില്ല. നമുക്ക് ഈ കിട്ടുന്നത് n - 1, എന്നിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ദശാംശ സംഖ്യയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഈ 100 ഈ ശ്രേണിയിലെ ഒരു പദമല്ല എന്ന് പറയാം. മറിച്ച് നമുക്ക് കിട്ടുന്നത് ഒരു നമ്പറാണ്. 20, 40, 10, 12 അങ്ങനെയുള്ള നമ്പറാണെങ്കിൽ, നമുക്ക് അങ്ങനെ എണ്ണൽ സംഖ്യകളാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ നമ്പർ ഈ ഒരു ശ്രേണിയിലെ ഒരു പദമാണെന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഒരിക്കലും സ്ഥാനമാറ്റങ്ങൾ തമ്മിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ പാടില്ല? സ്ഥാനമാറ്റം ഒരിക്കലും നമുക്ക് പോയിന്റുള്ള നമ്പർ, ദശാംശ സംഖ്യകൾ കിട്ടാൻ പാടില്ല. എപ്പോഴും നമുക്ക് എണ്ണൽ സംഖ്യകളായിട്ട് തന്നെ കിട്ടണം. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ എന്താണ്? ഇവിടുത്തെ കേസിൽ 100 - 19
ബൈ ഡി എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഡി നമുക്ക് 9 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 100ൽ നിന്നും 19 കുറയ്ക്കണം. 100ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 90. 90ൽ നിന്നും 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 81. അപ്പോൾ 81/9. 81 നമുക്കറിയാം 9 9 81 അപ്പോൾ ഇതിൻ്റെ ഇത് എത്രയാണ്? 9 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി n-1 ഇവിടെ എന്ത് കിട്ടി? n-1 ഇവിടെ 9 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഈ -1 ഇങ്ങോട്ട് കളയാം. അപ്പോൾ n = 9 + 1 10. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 100 എന്നുള്ളത് ഈ 19, 28, 37 എന്നുള്ള സമാന്തര ശ്രേണിയിലെ 10ാം പദമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിലൊരു പദമാണ് ഈ 100. കാരണം ഇവിടെ 9 എന്നുള്ള ഒരു എണ്ണ സംഖ്യയാണ് കിട്ടിയത്. നേരെ മറിച്ച് ഇവിടെ നമുക്ക് 9.8 ഇങ്ങനൊരു ദശാംശ സംഖ്യ കിട്ടുക. നമുക്ക് പറയാം 100 ഈ സമാന്തര ശ്രേണിയിലെ ഒരു നമ്പറേ അല്ല എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം 1000 ഈ ഒരു സമാന്തര ശ്രേണിയിലെ നമ്പറാണോ ചോദിക്കാൻ. ഇതേ ശ്രേണി തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇതേ ശ്രേണിയിൽ ഇപ്പോൾ 100 ഒരു പദം നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ കുറേ പോയിട്ട് 1000 ഈ ഒരു ശ്രേണിയിൽ നമ്പറാണോ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 നമ്മൾ nth ടേം എന്നാം ടേമായിട്ട് എടുക്കണം. എന്നാം പദമായിട്ട് എടുക്കണം. എന്നാം പദം ഇവിടെ ഏതാണ്? നമ്മുടെ 1000. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതാ നമ്മൾ ഒന്നാം പദം 19 കിട്ടും. എന്നാം പദം നമുക്ക് എന്ത് കിട്ടി? 1000 കിട്ടിയെന്ന് വിചാരിക്കാം. എന്നാം പദമാണ് 1000 എന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്യാം. ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഈ n-1 = എന്തുണ്ടായിരിക്കും? നമ്മൾ ഇതേപോലെ ഇവിടെ ഇവിടെ ഒന്നുകൂടി സ്റ്റെപ്പായിട്ട് പറയാം. ഇവിടെ പദമാറ്റം എന്ന് പറഞ്ഞാൽ 1000 - 19 = സ്ഥാനമാറ്റം സ്ഥാനം നമുക്ക് അറിയില്ല. n-1 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 9 ആണ്. ഇനി ഈ 9നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ n-1 ഇവിടെ ഉണ്ട്. ഇവിടെ 1000 - 19/9. 1000ൽ നിന്നും 19 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000 - 19. 9 0 നിന്ന് പോവില്ല. ഇവിടെ നിന്നാണ് കടെടുക്കുക. അപ്പോൾ ഇങ്ങോട്ടൊന്ന് കൊടുത്തു. ഇവിടെ 10 ആയി. അയാളിൽ നിന്ന് ഇങ്ങോട്ടായി. ഇവിടെ 9 ആയി. ഇവിടെ 10 ആയി. ഇവിടെ 9 ആയി. 10ൽ നിന്ന് 9 പോകുമ്പോൾ 1. 9ൽ നിന്നും 1 പോകുമ്പോൾ 8. 9ൽ നിന്നും 0 പോകുമ്പോൾ 9. അപ്പോൾ 981 എന്ന് കിട്ടി കുറയ്ക്കുമ്പോൾ. അപ്പോൾ 981/9 ആണ് നമുക്ക് എന്ത് കിട്ടുക? n-1 കിട്ടുക. ഇനി 981/9 ചെയ്ത് നോക്കാം. 981/9 1 × 9 8 താഴേക്ക് ഇറക്കിയിട്ടു. 8ൽ പോയില്ല. അപ്പോൾ ഇവിടെ 0 1 ഇവിടെ 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 9 × 9 81. അപ്പോൾ നമുക്ക് 109 ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ n-1 പറഞ്ഞാൽ എന്ത് കിട്ടി? 109 കിട്ടി. അതായത് ഇവിടെ നമുക്കൊരു എണ്ണ സംഖ്യയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം 1000 എന്താണ്? ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു നമ്പറാണെന്ന് പറയാം. അതായത് അപ്പോൾ n = എത്രാമത്തെ പണം? ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. 109 + 1 110. അപ്പോൾ 110ാം പദമാണ് 1000 എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 22 ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഴുതാം നമ്മുടെ സമാന്തര ശ്രേണി ഒന്ന് എഴുതാം. സമാന്തര ശ്രേണി എങ്ങനെ വരുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് 13, 24, 35 ഇങ്ങനെ പോരുന്ന ശ്രേണിയിൽ 101 ഒരു പദമാണോ? അത് കഴിഞ്ഞിട്ട് 1001 ഇതിലൊരു പദമാണോ? ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ശ്രേണി കിട്ടിയ ഉടനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ ഡി കണ്ടുവയ്ക്കുക. അതായത് പൊതു വ്യത്യാസം കണ്ടുവയ്ക്കാം. അപ്പോൾ 24 - 13. 4ൽ നിന്നും 3 പോകുമ്പോൾ 1. 2ൽ നിന്നും 1 പോകുമ്പോൾ 1. അപ്പോൾ നമുക്കിവിടെ പൊതു വ്യത്യാസം എത്ര കിട്ടി? 11 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 101 ഈ ശ്രേണിയിൽ ഒരു പദമാണോ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ 101 നമ്മളിവിടെ എന്നാം പദമാക്കി എടുത്തു. ഇവിടെ ഒന്നാം പദം 13, എന്നാം പദം 101 ആണെന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാം പദം എന്ന് പറഞ്ഞാൽ 13, എന്നാം പദം എന്ന് പറഞ്ഞാൽ 101. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? പദമാറ്റം = സ്ഥാനമാറ്റം × d ആണ്. ഇനി പദമാറ്റം എന്താണ്? 101 - 13 = സ്ഥാനമാറ്റം എന്താണ്? n - 1
ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് 11. ഇനി എന്ത് ചെയ്യാം, 11നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് n-1 കിട്ടും. അപ്പോൾ 101/13/11 ഈക്വൽ ടു n-1 കിട്ടി. ഇവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി, ഹരണായി. ഇനി 101ൽ നിന്നും 13 നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. അപ്പോൾ 101 - 13, 1ൽ നിന്നും 3 പോവില്ല, കട എടുക്കാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ പിന്നെ ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ 1 ഇവിടെ പോയി, ഇവിടെ 10 ആയി. ഈ 10 1 ഇവിടേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 11 ആയി. ഈ 11ൽ നിന്നും 11ൽ നിന്നും 3 പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 8 കിട്ടും. പിന്നെ 9ൽ നിന്നും 1 പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. അപ്പോൾ നമുക്ക് 88 എന്നുള്ള നമ്പറാണ് നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഈക്വൽ ടു 88/11. ഇനി എന്ത് ചെയ്യാം, അങ്ങനെ ഒരേ നമ്പർ 8, 8, 7, 7, 66, 55 ഇതൊക്കെ 11ൻ്റെ ഗുണിതങ്ങളാണ് നമുക്കറിയാം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇതാ 11 8 തവണയാണ്. 1 × 8 8, 1 × 8 8, 88. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n-1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. n-1 എന്താ കിട്ടിയത്, 8. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഇതൊരു എണ്ണൽ സംഖ്യയാണ് കിട്ടിയത്, ദശാംശ സംഖ്യയല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 101 ഈ ശ്രേണിയിലെ ഒരു നമ്പറാണ്. ഇനി എത്രാം പദമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, n ഈക്വൽ ടു ഈ -1 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 8 + 1 ആവും 9. അപ്പോൾ ഈ 101 എത്രാം പദമാണ്, ഈ ഒരു ശ്രേണിയിലെ 9ാം പദമാണ് 101 നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 1001 ഇതിലൊരു പദമാണോ നോക്കണം. നമ്മളോട് എത്രാം പദം ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മളോട് അപ്പോൾ ഇനി 1001 ഇതിലൊരു പദമാണോ നോക്കാൻ. അപ്പോൾ നമ്മൾ ഒന്നാം പദം 13 തന്നെയാണ്. n-ാം പദം നമ്മൾ എന്തെടുത്തു, 1001 എടുത്തു. ഇനി നമ്മളെ പദമാറ്റം, നമ്മളെ ഇക്വേഷൻ എന്താണ്, എപ്പോഴും എഴുതി നിങ്ങൾക്ക് പഠിയും. പദമാറ്റം ഈക്വൽ ടു സ്ഥാനമാറ്റം ഇൻറ്റു പൊതുവ്യത്യാസം. പദമാറ്റം 1001 - 13, സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ n-1 ഇൻറ്റു ഡി. ഡി നമുക്കറിയാം ഇവിടെ എത്രയാണ്, 11. ഇനി എന്ത് ചെയ്യാം, n-1 ഇവിടെ നിർത്തി ഈ 11നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 1001 - 13/11 ഈക്വൽ ടു n-1. ഇനി 1001ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 13 കുറയ്ക്കണം. അപ്പോൾ 1001 - 13 കുറയ്ക്കുന്നത് കാണിച്ചു തന്നെ പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിൽ എത്തിയിട്ടും നേരവണ്ണം ഈ പൂജ്യങ്ങൾ വരുമ്പോൾ കുറയ്ക്കാൻ അറിയാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല ക്ലാസ്സിലും ട്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറയ്ക്കണൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയണവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1ൽ നിന്നും 3 കുറയ്ക്കാൻ പറ്റൂല അല്ലേ, 1 ചെറുതാണ്. അപ്പോൾ ഇപ്പുറത്തും പൂജ്യങ്ങളാണ്. അപ്പോൾ ഈ 1ൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഈ 1 ഈ ഇങ്ങോട്ട് 1 കൊടുക്കുമ്പോൾ ഈ പൂജ്യത്തിൻ്റെ കൂടുമ്പോൾ 10 ആവും. ഈ 10ൽ നിന്നും ഇയാളൊന്ന് വാങ്ങിക്കുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ഈ 10ൽ നിന്ന് വീണ്ടും ഇയാൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 11 ആയി. ഇനി 11ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 11ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ 8 കിട്ടും. കാരണം 8 3 ആണ് 11. പിന്നെ ഇവിടെ 9 ഉണ്ട്. 9ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ വീണ്ടും 8 കിട്ടും. പിന്നെ ഇവിടെ 9 ഉണ്ട്. 9ൽ നിന്ന് കുറയ്ക്കേണ്ടത് 0 ആണ്. അപ്പോൾ ഇവിടെ 9 തന്നെ. അപ്പോൾ 988 ആണ് നമുക്കിവിടെ കുറയ്ക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതെന്ത് ചെയ്തു, അതായത് നമ്മുടെ എഴുതാണ്, താഴെ തന്നെ എഴുതാം അല്ലേ, 988/11 ഈക്വൽ ടു n-1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഹരിക്കണം. 988/11. 11ൻ്റെ ഗുണം, നമ്മൾ 10 വരെയാണ് ഗുണിതപ്പട്ടികകൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ 11ൻ്റെ ഗുണിതപ്പട്ടിക എങ്ങനെ വരിക, 1 × 11 11, 2 × 11 22, 3 × 11 33, 4 ഇങ്ങനെ 55, 66, 77, 88 അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ 98 ആണ്. അപ്പോൾ 9 × 11 ആണെങ്കിൽ 99 ആവും. അപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ 8 ആണ് ഇട്ടുള്ളത്. 8 × 11 88. 8ൽ നിന്ന് 8 പോകുമ്പോൾ 0 കിട്ടും. 9ൽ നിന്ന് 8 പോകുമ്പോൾ 1 കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതാ 10ൽ പോലും നമുക്ക് ഈ 8 ഇങ്ങോട്ട് 108 8 ഇവിടേക്ക് താഴേക്ക് എന്തിട്ടു, ഇറക്കിയിട്ടു. ഇനി എന്താണ്, 11 108ൽ എത്ര തവണ പോകുന്നു നോക്കണം. 108 എത്ര തവണ 11 ഉണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 11നെ × 9 ചെയ്യുമ്പോൾ 99 കിട്ടുക. 11നെ × 10 ചെയ്യുമ്പോൾ നമുക്ക് 110 കിട്ടും. 110 പറ്റില്ല, നമുക്ക് 99 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നമ്മളിവിടെ 9 എന്ന് എടുത്തു. 9 × 11 99. അപ്പോൾ ഇനി കുറയ്ക്കുമ്പോൾ ഇവിടെ 18 ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഈ 1 എടുത്തു, ഇവിടെ 10 ആയി. 10ൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ 18 ആയി, ഇവിടെ 9 ആയി. 18 നിന്നും 9 പോകുമ്പോൾ 9 ആണ്. ഇവിടെ 9ൽ നിന്ന് പോകുമ്പോൾ 0. അപ്പോൾ 9 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ശിഷ്ടം വന്നു അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശിഷ്ടം വന്നാൽ ഇനി അടുത്തത് എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ പോയിന്റ് ഇടും, ഇവിടെ 0 ഇടും, ഇവിടെ വീണ്ടും 8 ഇടും. 8 × 88
ഇങ്ങനെ വെച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് 89.8 എന്നുള്ള ഒരു എന്താ പറയുക ദശാംശ സംഖ്യയാണ് നമുക്ക് ഇവിടെ ഹരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം n-1 ഈക്വൽ ടു 89.8. ഇതെന്താണ്? ഇതൊരു ദശാംശ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് പറയാം 1001 എന്ന് പറയാം. അപ്പോൾ n ഈക്വൽ ടു എന്താണ്? എന്നും എന്താണ്? n ഒരിക്കലും എന്താ പറ്റില്ല നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒന്നാം പദം രണ്ടാം പദം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒന്നരാം പദം രണ്ടരാം പദം അല്ലെ 1.4 പദം അങ്ങനെയൊക്കെ മറ്റേ നമ്മൾ ദശാംശ സംഖ്യയായിട്ട് നമ്മൾ പറയില്ല അല്ലെ. നമ്മളിത് ഒന്നാം പദമാണ്, അല്ലാതെ അരാം പദം അല്ലെങ്കിൽ 4ാം പദം അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ 2.5 പദം അല്ലെങ്കിൽ 3.8 പദം അല്ലെങ്കിൽ 88.9 പദം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എപ്പോഴും n എന്തായിരിക്കും? നമുക്ക് ഒരു എണ്ണൽ സംഖ്യ ആവണം. ഇവിടെ എണ്ണൽ സംഖ്യ ആവുമോ? 89 + 8 ആണ്, 0.8 + 1 ആണ്. അപ്പോൾ 90.8 പദമാണ് 1001 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം n-1 ഒരു ദശാംശ സംഖ്യ ആയതുകൊണ്ട് 1001 ഈ ശ്രേണിയിലെ നമ്പർ അല്ല, പദമല്ല. എന്താ പറയുക? n-1 അല്ലെങ്കിൽ n-1 എന്നും തയ്ക്കോട്ടെ, അത് ഒരു ദശാംശ സംഖ്യ ആയതുകൊണ്ട് 1001 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. മനസ്സിലായോ? ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ചുവടെയുള്ള പട്ടികയിൽ ചില സമാന്തര ശ്രേണികളും ഓരോ ശ്രേണിയുടെയും നേർക്ക് 2 സംഖ്യകളും എഴുതിയിട്ടുണ്ട്. സംഖ്യകൾ ഓരോന്നും അതത് ശ്രേണിയിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ടെക്സ്റ്റിൽ കൊടുത്ത കോളം ഞാൻ അങ്ങോട്ട് റഫായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രേണി 11, 22, 33 എന്ന് പറഞ്ഞു പോണ ഈ ശ്രേണിയിൽ 123 നമ്പർ ഉണ്ടാവും. 123 അതിലൊരു പദമാണോ, അത് കഴിഞ്ഞിട്ട് 132 അതിലൊരു പദമാണോ? ഇത് രണ്ടാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രേണി ആദ്യം എഴുതാം. 11, 22, 33 ഇതാണ് നമ്മുടെ ശ്രേണി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഡി കണ്ടെത്തണം. ഡി എത്രയാണ്? 22 - 11 നമുക്ക് എത്ര കിട്ടി? 11 ആണ് ഇവിടുത്തെ ഡി എന്നുള്ളത്. എന്ത് കിട്ടി? 11 കിട്ടി അല്ലേ. ഇനി ആദ്യം നമ്മൾ നോക്കേണ്ടത് 123 ഇതിലൊരു പദമാണോ എന്നാണ്. അപ്പോൾ 123 നമ്മൾ എന്തെടുക്കും? ഇവിടെ n-ആം പദം എടുക്കും. അപ്പോൾ നമുക്ക് എഴുതാം 1-ാം പദം എത്രയാണ്? 1 ആണ്. സോറി 11 ആണ്. n-ആം പദം എത്ര എടുത്തു? നമ്മൾ 123 എടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ, നമ്മുടെ സൂത്രവാക്യം എന്താണ്? പദമാറ്റം ഈക്വൽ ടു സ്ഥാനമാറ്റം ഇൻറ്റു ഡി. പദമാറ്റം എന്ന് പറഞ്ഞാൽ 123 - 11. സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ n - 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 11. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? n- മാത്രം ഇവിടെ നിർത്തി 11 പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 123 - 11 ഇവിടെ ഇൻറ്റു ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഗുണനായി മാറി ഈക്വൽ ടു n-1. 123 നിന്നും 11 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ തന്നെ കുറക്കാം. 3-ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. 2-ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 112 എന്ന് കിട്ടും. ഇനി 112/11 നമുക്ക് എന്ത് കിട്ടുക? n-1 കിട്ടുക. ഇനി 112/11 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ 112 × 11 1 × 11 1 2 2-ൽ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് പോയിന്റ് ഉള്ള നമ്പറാണ് കിട്ടുക അല്ലേ. 10 പോയിന്റ്. ഇനി ഇവിടെ ഒരു 0 ഇട്ടാൽ 10.1 എന്നുള്ള ഒരു ഇങ്ങനെയാണ് കിട്ടുക. 10.1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ അല്ലെങ്കിൽ ശിഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താണ്? ഇതൊരു ദശാംശ സംഖ്യയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം n-1 എന്താണ് നമുക്ക് കിട്ടിയത്? 10.1 ആണ്. അപ്പോൾ ഇതൊരു ദശാംശ സംഖ്യ ആയതുകൊണ്ട് 123 എന്ന് പറഞ്ഞാൽ 123 ഈ ശ്രേണിയുടെ നമ്പർ ആവോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇല്ല. ഈ 123 എന്തല്ല? ഇതിലൊരു നമ്പർ അല്ല. ഇനി അതേ ശ്രേണിയിൽ തന്നെ 132 ഈ ശ്രേണിയിലെ ഒരു നമ്പറാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ശ്രേണിയിൽ 123 അല്ല നമുക്ക് നോക്കേണ്ടത് 132 ആണ്. അപ്പോൾ 132 ഇവിടെ ഇത് n-ആം പദമാക്കി എടുത്തു. അപ്പോൾ n-ആം പദം ഇവിടെ 132. ബാക്കിയൊക്കെ സെയിം ആണ്. d = 11 തന്നെയാണ്. ഇനി നമ്മുടെ ഇതിലെന്താണ്? പദമാറ്റം ഈക്വൽ ടു
സ്ഥാനമാറ്റം ഇൻറ്റു ഡി ആണ്. പദമാറ്റം 132 മൈനസ് 11 ഈക്വൽ ടു സ്ഥാനമാറ്റം അതാണ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 11. എന്തിനാ 11 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 132 മൈനസ് 11 ബൈ 11 ഈക്വൽ ടു n-1. ഈ ചെയ്ത് കിട്ടുന്നത് ഒരു ദശാംശ സംഖ്യയാണ് നമുക്ക് പറയാം. ഇത് ഇതിലൊരു നമ്പറല്ല, നേരെ മറിച്ച് എണ്ണൽ സംഖ്യയാണ് നമുക്ക് പറയാം. ഇത് ഇതിലൊരു നമ്പറാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. 132 11 മൈനസ് ചെയ്യുക. 2 നിന്നും 1 കുറയ്ക്കുമ്പോൾ 1, 3 നിന്നും 1 കുറയ്ക്കുമ്പോൾ 2, പിന്നെ ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 121/11 കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് 121/11 ചെയ്ത് നോക്കാം. 1 ഇൻറ്റു 11 11, 12 നിന്നും 11 പോകുമ്പോൾ 1, ഈ ബാക്കി 1നെ താഴ്ക്കണം 11, അപ്പോൾ 1 ഇൻറ്റു 11 1. അപ്പോൾ നമുക്കിവിടെ 0 ഉണ്ട്. അപ്പോൾ ശിഷ്ടം നമുക്കില്ല. നമുക്കിവിടെ 11 നമുക്ക് പോയിന്റ് ഇല്ലാത്ത ദശാംശ സംഖ്യ ഇല്ലാത്ത ഒരു എണ്ണൽ സംഖ്യയാണ് കിട്ടിയത്. എന്താണ് ഈ കിട്ടിയത്? നമുക്ക് n-1 ഈക്വൽ ടു എന്ത് കിട്ടി? 11 എന്ന് കിട്ടിയില്ല. ഇത് 11 അല്ല, ഇത് എന്താണ്? n-1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഇതിലൊരു നമ്പറാണ് എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഉണ്ട് എന്ന് ഇവിടെ എഴുതിയേക്കാം. ഉണ്ട് എന്ന് എഴുതിയേക്കാം. എത്രാമത്തെ നമുക്ക് n-1 ഇവിടെ എത്ര കിട്ടിയത്? n-1 ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്ത ശ്രേണി എടുക്കാം. അടുത്ത ശ്രേണി എന്താണ്? 12, 23, 34 എന്നല്ല, ഇതാണ് നമ്മുടെ ശ്രേണി. ആദ്യം 100 ഈ ശ്രേണിയിലെ ഒരു പദമാണോ നോക്കണം. അപ്പം നമ്മൾ 100 നമ്മൾ n-ആം പദം എടുത്തു. ഇത് 1-ആം പദമാണ്. അപ്പം നമുക്ക് എഴുതാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഡി കാണണം. ഡി ഈക്വൽ ടു 23 മൈനസ് 12. 23 നിന്നും 12 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 നിന്നും 2 പോകുമ്പോൾ 1, 2 നിന്നും 1. നമുക്ക് ഇവിടെയും എന്താണ് നമ്മളെ പൊതു വ്യത്യാസം 11 കിട്ടിയിരിക്കുന്നത്. 11 കുറച്ച് കട്ടി കൂടിയോ? 11. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ 1-ആം പദം എത്രയാണ്? 12. n-ആം പദം എത്രയാണ്? 100. ഇനി നമ്മൾക്ക് നമ്മളെ എപ്പോഴും ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് എഴുതി അത് ഇങ്ങോട്ട് പഠിക്കണം കേട്ടോ. സ്ഥാനമാറ്റം ഇൻറ്റു ഡി എല്ലാം കൊടുക്കാം. പദമാറ്റം എന്ന് പറഞ്ഞാൽ 100 മൈനസ് 12 ഈക്വൽ ടു സ്ഥാനമാറ്റം പറഞ്ഞാൽ n-1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 11 നമുക്ക് കിട്ടിയിരിക്കണേ അല്ലേ. അപ്പോൾ 11 നിർത്താം. ഇനി n-നോട് നിർത്തി 11 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വന്നു? 100 മൈനസ് 12/11. 100 നിന്നും 12 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 നിന്നും 10 കുറയ്ക്കുമ്പോൾ 90. 90 നിന്നും 2 പോകുമ്പോൾ 88 കിട്ടും. അപ്പോൾ 88/11. ഇങ്ങനെ 2 നമ്പർ ഒരേപോലെ വരാണ് നമുക്കറിയാം. ഇതെന്താണ്? ഇതിൻ്റെ ആൻസർ 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് n-1 8 കിട്ടി, ഒരു എണ്ണൽ സംഖ്യ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സമാന്തര ശ്രേണിയിലെ 8-ആം പദമാണ് 100 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? നമുക്കിവിടെ ഉണ്ട് എന്ന് എഴുതാം അല്ലേ. ഉണ്ട് എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ കിട്ടിയ n-1 കൂടി എഴുതിയേക്കാം. n-1 ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ശ്രേണി തന്നെ 1000 ഇതിലൊരു പദമാണോ നോക്കണം. അപ്പോൾ നമ്മൾ n എന്താണ് എടുക്കുക? 100 അല്ല എടുക്കേണ്ടത്. നമ്മൾ 1000 ആണ് n-ആം പദം എടുക്കുക. അപ്പോൾ n-ആം പദം 1000 ആണ്. 1-ആം പദം 12 തന്നെയാണ്. ഡി ഈക്വൽ ടു എന്താണ്? 11 തന്നെ നമ്മുടെ പൊതു വ്യത്യാസം. അപ്പോൾ നമ്മുടെ പദമാറ്റം എന്താണ്? 1000 മൈനസ് 12 ഈക്വൽ ടു സ്ഥാനമാറ്റം n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 11. അവിടെ നിർത്തി 11 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1000 നിന്നും 12 കുറച്ചതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു എണ്ണൽ സംഖ്യയാണ് കിട്ടാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 1000 നിന്നും 12 കുറയ്ക്കുക. അപ്പോൾ കുറച്ച് കാണിച്ചിട്ടുണ്ട്. എന്താണ്? 1000 മൈനസ് 12. 0 നിന്ന് 2 പോകില്ല. അവിടെയൊക്കെ 0 കടെടുക്കാനില്ല. ഈ 1-ൽ നിന്നാണ് നമ്മൾ കടെടുക്കുന്നത്. ഈ 1 ഇയാൾക്കൊന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 10 ആ 10-ൽ നിന്നും ഇയാളൊന്ന് കടം വാങ്ങിക്കുമ്പോൾ ഇവിടെ 9 ഇവിടെ 10 വീണ്ടും ഈ 10-ൽ നിന്ന് ഇയാൾ ഇവിടെ വാങ്ങിക്കുമ്പോൾ ഇവിടെ 10 ഇവിടെ 9 10-ൽ നിന്ന് 2 പോകുമ്പോൾ 8, 9-ൽ നിന്നും 1 പോകുമ്പോൾ 8, പിന്നെ ഇവിടെ എന്താണ്? 9 ആണ്. 9-ൽ നിന്ന് 0 പോകുമ്പോൾ 9. അപ്പോൾ 988 എന്നാണ് നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുക. അപ്പോൾ 988/11 എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. 988/11 ഒരു എണ്ണൽ സംഖ്യയാണോ ദശാംശ സംഖ്യയാണോ കിട്ടാൻ നോക്കാം. അപ്പോൾ ഇവിടെ 98 ആയതുകൊണ്ട് നമുക്ക് 8-ൽ തന്നെ പോകുള്ളൂ. 88. അപ്പോൾ 8-ൽ നിന്നും 8 പോകുമ്പോൾ 0, 9-ന് കിട്ടുമ്പോൾ 10. ഇനി എന്താണ്? 8 താഴേക്ക് ഇറക്കി കേട്ടോ. 108 എന്ന് പറഞ്ഞാൽ നമുക്ക് 9-ൽ 9 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ 99 വരിക. 11 പറഞ്ഞാൽ 110 വരും. അപ്പോൾ 108 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കട കൊടുത്തു, ഇവിടെ 10 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 18 ഇവിടെ 9. 18-ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. ബാക്കിയൊക്കെ പോയി. അപ്പോൾ ഇവിടെ കാണില്ല. അപ്പോൾ ഇവിടെ
9 ഇവിടെ ശിഷ്ടം കിട്ടി. ഇനി ഇവിടെ അടുത്താണ് പോയിന്റ് വരിക, 89 പോയിന്റ് എന്നാണ് വരിക. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ 89.8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു എന്താണ് കിട്ടിയത്, നമുക്കൊരു ദശാംശ സംഖ്യയാണ് നമുക്ക് ഹരിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈക്വൽ ടു 89.8 എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു 1000 എന്നുള്ളത് ഈ ഒരു ശ്രേണിയിലെ നമ്പറാണോ, ഒരു പദമാണോ? അല്ല. കാരണം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, എണ്ണൽ സംഖ്യ കിട്ടിയില്ല. എന്നെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പോയിന്റുള്ള നമ്പർ കിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇല്ല. മനസ്സിലായോ? അടുത്ത ശ്രേണിക്ക് പോവാം. അടുത്ത ശ്രേണി എന്താണ്, 21, 32, 43 എന്നുള്ള ശ്രേണിയാണ് അല്ലേ. അപ്പോൾ ഞാനിത് അടുത്ത ശ്രേണി എഴുതുന്നുണ്ട്. 21, 32, 43 ഇങ്ങനെ പോകണം. ആദ്യം നമ്മൾ എന്ത് നോക്കണം, 100 ആ ശ്രേണിയിലെ ഒരു പദമാണോ നോക്കണം. നമ്മൾ കഴിഞ്ഞ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, ആദ്യം നമുക്ക് ഡി ഈക്വൽ ടു കാണാം. ഡി ഈക്വൽ ടു 32 - 21, 2 1 പോകുമ്പോൾ 1, 3 2 1. ഇവിടെയും എന്താണ്, ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്തതിലൊക്കെ മിക്കവാറും നമുക്ക് D 11 കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഇതാണ് n-ാം പദം, ഇത് 1-ാം പദം. നമുക്ക് അത് എഴുതാം. 1-ാം പദം 21, n-ാം പദം 100. ഇനി എന്ത് ചെയ്യുക, പദമാറ്റം ഈക്വൽ ടു സ്ഥാനമാറ്റം ഇൻറ്റു ഡി ആണ് ഇവിടെ ഇക്വേഷൻ. അപ്പോൾ പദമാറ്റം എന്ന് പറഞ്ഞാൽ 100 - 21 ഈക്വൽ ടു സ്ഥാനമാറ്റം പറഞ്ഞാൽ n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് 11 കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, n-നെ അവിടെ നിർത്തി 11 പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 100 - 21/11 ഈക്വൽ ടു 100-ൽ നിന്നും 21 കുറക്കണം. അപ്പോൾ 100-ൽ നിന്നും 20 കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 80 കിട്ടും. 80-ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 79 കിട്ടും. മാക്സിമം അങ്ങനത്തെ മനക്കണക്കായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് സ്പീഡ് കൂടും. 11 കാണുമ്പോഴേ അറിയാം ഇതെന്താണ്, ഇതൊരു ദശാംശ സംഖ്യയാണ് കിട്ടുക. നേരെ മറിച്ച് ഇവിടെ 77/11 നമുക്ക് 7 കിട്ടിയിരുന്നു. അല്ലെങ്കിൽ 88/11 ആണെങ്കിൽ നമുക്ക് 8 കിട്ടിയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 79 എന്നാണ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു നമുക്ക് ചെയ്ത് നോക്കാമാണെങ്കിൽ 79/11 പറഞ്ഞാൽ 6 × 11 66, 9 6 3 സോറി 7 വരിക. സോറി ഇവിടെ 7 വരിക. 77. അപ്പോൾ 9 എന്ന് എഴുതുമ്പോൾ 2. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പോയിന്റ് ഇട്ടിട്ട് അതോടെ ശിഷ്ടം വന്നു. ഇവിടെ 20 ആകുമ്പോൾ അടുത്തത് 7.1 എന്ന് വരും. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ശ്രേണിയിലെ ഒരു നമ്പർ അല്ല, ഒരു പദമല്ല 100. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതി വയ്ക്കാം, നമുക്കിവിടെ ഇല്ല എന്നാണ് എഴുതി വയ്ക്കാം. ഓക്കെ. ഇനി അടുത്തത് എന്താണ്, നമുക്കിനി ഈ ശ്രേണിയിൽ 1000 ഇതിലൊരു പദമാണോ എന്ന് നോക്കാം. അപ്പോൾ 21, 32, 43 ശ്രേണിയിൽ 1000 ഒരു പദമാണോ നോക്കാം. 1000 nth പദം എടുത്തു. ഇവിടെ D = 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1-ാം പദം എന്താണ്, ഇവിടെ 21 ആണ്. n-ാം പദം എന്താണ്, ഇവിടെ 1000 ആണ്. പദമാറ്റം 1000 - 21, സ്ഥാനമാറ്റം n-1 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 11. 1000 ഇനി എന്ത് ചെയ്യുക, 11 വൃത്തിക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വന്നു, 1000 - 21/11 ഈക്വൽ ടു n-1. 1000-ൽ നിന്നും 21 കുറയ്ക്കണം. അപ്പോൾ ഒന്നുമില്ല മനക്കണക്ക് കൂട്ടാം. 1000-ൽ നിന്നും 10 പോകുമ്പോൾ എന്ത് വരും, 990 വരും. അതിൽ നിന്നും ഒരു 10 കൂടി അങ്ങനെ 20 പോകുമ്പോൾ 980 വരും. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 979 വരും /11. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ഹരിച്ച് നമുക്ക് തന്നെ വേണം. 979/11 97. നമുക്കറിയാം 9 ആണ് 99 കിട്ടണം. അപ്പോൾ 8 ഇടാം. 8 × 11 88. 7 നിന്നും 8 പോവില്ല. ഇവിടെ നിന്ന് കടത്തു. ഇവിടെ 17. 17-ൽ നിന്നും 8 പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 9 കിട്ടി. പിന്നെ താഴേക്ക് 9. അപ്പോൾ 99 ഇവിടെ കിട്ടുക. 99 പറഞ്ഞാൽ 9 × 11 99. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ 0 നമ്മുടെ അവിടെ പോയിന്റ് ഇല്ല, അവിടെ ശിഷ്ടമില്ല, അവിടെ 0 ശിഷ്ടമുള്ളത്. അപ്പോൾ നമുക്ക് 89 എന്നുള്ള നമ്പറാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഈക്വൽ ടു 89. അപ്പോൾ n-1 = 89 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഒരു ദശാംശ സംഖ്യയല്ല, ഒരു എണ്ണൽ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ നമുക്ക് ഉണ്ട്. അതായത് ഇവിടെ കിട്ടിയത് n-1 = 89 കിട്ടി. 89 കിട്ടി. അടുത്ത ശ്രേണിക്ക് പോവാം. നമുക്ക് അടുത്ത ശ്രേണി എങ്ങനെയാണ് വരുന്നത്, 1/4, 1/2, 3/4 ഇങ്ങനെ പോവും. അപ്പോൾ ആ ശ്രേണിയിലെ ഫസ്റ്റ് നമുക്ക് എന്താ നോക്കണം, 3 എന്നുള്ളത് ഈ ശ്രേണിയിലെ ഒരു പദമാണോ നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ D = എന്ത് ചെയ്യണം, 1/2 - 1/4
ലസാഗു എടുത്തിട്ട് അല്ലെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാൻ അറിയണവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അത് അറിയാത്തവർ ചിലവർക്ക് LCM എടുക്കുമ്പോൾ ഡൗട്ട് വരുന്നവർക്ക് എന്ത് ചെയ്യാം, നേരെ ക്രോസ് ആയിട്ട് നമുക്ക് ഗുണിക്കാം. ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കാം, ഇതിനെങ്ങോട്ട് ഗുണിക്കാം, ഇതിനെങ്ങോട്ട് ഗുണിക്കാം. അപ്പോൾ 1 × 4 4, ഇവിടെയുള്ള മൈനസ് അതുപോലെ ഇട്ടു. പിന്നെ 2 × 1 2, പിന്നെ ഇവിടെ ഇത് 2 × 4 8 എന്ന് കിട്ടും. അപ്പോൾ 4 നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്ത് വരും, 6 വരും. 6/8 വരും. ഇനി നമ്മൾ ഇതിനെ വെട്ടി ചെറുതാക്കാന്ന് പറയും. 6ഉം 8ഉം എന്താണ്, ഇരട്ട സംഖ്യകളാണ്. 2ന്റെ ഗുണന പട്ടികയിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ 3ന് ശരിക്കും 6 ശരിക്കും 3 × 2 എന്ന് എഴുതാം. ഇതിന് ശരിക്കും 4 × 2 എന്ന് എഴുതാം ആണല്ലോ. അപ്പോൾ ഈ 2 ഇവിടെ കോമൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, നമുക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ 6ൽ എന്താണ് 3 തവണയാണ് 2 ഉള്ളത്, 8ൽ 4 തവണയും 2 ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വരും, 3/4 എന്ന് വരും. എന്ത് വരും, 3/4 എന്ന് വരും. സോറി മക്കൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ 4ന് 2 കുറയ്ക്കുമ്പോൾ 6 വരിക. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി സ്പീഡിൽ ചെയ്തപ്പോൾ 4ന് 2 കുറയ്ക്കുമ്പോൾ 2 വരിക, 2/8 വരിക കേട്ടോ. അപ്പോൾ 2/8 എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരാം, 2ന്റെ ടേബിളിൽ, അതായത് 2നെ 2 × 1 എന്ന് എഴുതാം, 8നെ 4 × 2 എന്ന് എഴുതാം. അപ്പോൾ ഈ 2ഉം 2 കട്ട് ചെയ്ത് പോയാൽ ബാക്കി 1ഉം 4 ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ 2ന്റെ ടേബിളിൽ 2 ഒരു തവണ, അതായത് 2ന്റെ ഗുണപ്പട്ടികയിൽ 8 4 തവണ. അപ്പോൾ 1/4 ഇവിടെ നമുക്ക് D കിട്ടുക. അപ്പോൾ D = നമുക്ക് എന്ത് കിട്ടി, 1/4 എന്ന് കിട്ടി. കിട്ടിയത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് LCM വെച്ച് ലസാഗു ആണ് കണ്ടെന്നല്ലേ, 4ന്റെയും 2ന്റെയും 4ന്റെയും ലസാഗു ഇത് കിട്ടും, 4 കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ 4 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഇൻഡ് ചെയ്യണം, ഇവിടെ 2 കൊണ്ട് ഇൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് അവിടെ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട കുട്ടികൾക്ക് LCM ചില വലിയ നമ്പറൊക്കെ വരുമ്പോൾ LCM കാണാനൊരു ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ D = എന്ത് കിട്ടി, 1/4 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മളിതിൽ അതിലിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 1-ാം പദം 1/4, n-ാം പദം 3 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ പദമാറ്റം എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 - 1/4 = സ്ഥാനമാറ്റം തന്നെ n - 1 ഇൻറ്റു D എന്ന് പറയാൻ നമുക്ക് കിട്ടി 1/4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വന്നു, ആദ്യം വേണമെങ്കിൽ ഇത് ചെയ്യാം. 3 - 1/4 എന്ന് പറയുമ്പോൾ അപ്പോൾ 1 ഇതിൽ ഭിന്നസംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2ന്റെ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, 3 - 1/4 ഇവിടെ ÷ 1 ഇട്ട് കൊടുത്ത് ഒരു നമ്പർ നമ്മൾ ഇൻറ്റു 1 ഇട്ട് കൊടുത്താലും ഇതിൻ്റെ രണ്ടും എന്താണ്, ആൻസർ 3 ആണ്. 3നെ 1 കൊണ്ട് ഹരിച്ചാലും 3നെ 1 കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 1 കൊണ്ട് ഹരിക്കുക ഗുണിക്കുക പറഞ്ഞാൽ നമ്മൾ വിലയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നമ്മൾ 2ന്റെ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ. അപ്പോൾ 3 × 4, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു, 1 × 1/1 × 4. അപ്പോൾ 3 × 4 12, 1 × 1 1, 1 × 4 4. 12ൽ നിന്നും 1 പോകുമ്പോൾ എന്ത് കിട്ടി, 11 കിട്ടി. പിന്നെ ഇവിടെ എന്തുണ്ട്, /4. അപ്പോൾ നമുക്ക് ഇത് ഇതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 11/4 ആണ് ഈ സംഭവത്തിൻ്റെ പദമാറ്റത്തിൻ്റെ നമുക്ക് കിട്ടുക. അപ്പോൾ 11/4 = n - 1 × 1/4 ആണ്. ഇനി ഇവിടെ 1/4 എന്താ ചെയ്തിരിക്കണേ, ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കണേ. ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഹരണമായിട്ട് മാറും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1/4 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഓൾറെഡി 11/4 ഇവിടെ ഉണ്ട്. ഇത് ഹരണം 1/4 എന്ന് വരും, = n - 1 വരും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നോക്ക്, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ്, എയും ബിയും വെച്ചിട്ട് വരാം. A/B/C/D എന്നാണ് വരികയെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഈ മുകളിലത്തെ അതുപോലെ എഴുതാം, A/B അതുപോലെ എഴുതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹരണത്തെ നമ്മൾ ഇൻറ്റു ആക്കിയിട്ട് എഴുതാണ്. പക്ഷേ അപ്പോൾ എന്താ, ഈ C/D എന്നുള്ളത് D/C ആവും. അതായത് നമ്മൾ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കാന്ന് പറയും, റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് 1/4 അല്ലെങ്കിൽ ഇപ്പോൾ 2/4 ആണ്, അത് 4/2 ആവും. അതാണ് അതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടു, അതിൻ്റെ അംശം ഛേദം തിരിച്ചിട്ടു. ഇപ്പോൾ 5/8 എന്നുള്ളതിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 8/5 ആണ്, നേരെ തിരിച്ചിട്ടു. അപ്പോൾ അതിനെ കൊണ്ട് വ്യുൽക്രമം കൊണ്ട് ഹരിച്ചാൽ മതി ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്തോ 11/4 അതുപോലെ ഇട്ടു. എന്നിട്ട് ഈ ഹരണത്തെ നമ്മൾ ഇൻറ്റു ആക്കി. ഇനി 1/4 പകരം നമുക്ക് 4/1 ഇട്ടു.
വ്യുൽക്രമം 1/4 വ്യുൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതും ഇതും സെയിം ആണ്, ഈക്വൽ ടു n-1. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഇവിടെ 4 ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ പ്ലസ് എന്നാണ് നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല കേട്ടോ. ഇത് ഇവിടുത്തെ 4 ഇവിടെ 4 കട്ട് ചെയ്തു 11/1 കിട്ടി. 11/1 പറഞ്ഞാൽ n-1 ഈക്വൽ ടു 11 ആണ്. 11/1 പറഞ്ഞാൽ 11 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ശ്രേണിയിൽ എന്തുണ്ട്, 13 എന്നുള്ള ഇതിലൊരു നമ്പറാണ്, ഒരു പദമാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഉണ്ട് n-1 ഈക്വൽ ടു 11 എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് 4 ഈ ശ്രേണിയിൽ നമ്പറാണോ ഒരു പദമാണോ നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നോക്കിയിട്ട് ഇവിടെ നമുക്ക് 4 എന്നാം പദം നമ്മളിവിടെ എന്തെടുത്തു, എന്നാം പദം നമ്മളിവിടെ 4 എടുത്തു. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. ഇനി നമുക്ക് പദമാറ്റം പറഞ്ഞാൽ 4 - 1/4 ഈക്വൽ ടു സ്ഥാനമാറ്റം എന്ന് പറഞ്ഞാൽ n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 1/4. അത് നമുക്ക് ഇതിനെ ചെയ്യാം. 4/1 - 1/4 എന്ന് ഇടാം. എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഇങ്ങോട്ടും ഇങ്ങോട്ടും. 4 × 4 16 മൈനസ് 1 × 1 × 4 ഇതിങ്ങനെ ചെയ്യട്ടോ. 1 × 4 4. അപ്പോൾ 16 നിന്നും 1 കുറയ്ക്കുമ്പോൾ 15/4 കിട്ടും. 15/4 നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് പകരം നമുക്ക് 15/4 ഈക്വൽ ടു n-1 ഇൻറ്റു 1/4. നേരത്തെ പോലെ 1/4 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഹരണമായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 15/4 ഹരണം 1/4 ഈക്വൽ ടു n-1. ഇനി എന്ത് ചെയ്യാം, ഇത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലേ. വ്യുൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 15/4 ഇൻറ്റു 4/1 ഈക്വൽ ടു n-1. 4 4 കട്ട് ചെയ്ത് കളഞ്ഞു. 15/1 പറഞ്ഞാൽ n-1 ഈക്വൽ ടു 15 കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇതും ഇവിടെ ഉണ്ട് എന്നാണ് അല്ലേ, ഉണ്ട് n-1 ഈക്വൽ ടു 15 എന്ന് കിട്ടി. n-1 ഈക്വൽ ടു ഇവിടെ 11 ഇവിടെ 15 കിട്ടി. ഇനി ലാസ്റ്റിലെ ശ്രേണിയാണ് 3/4 1 1/2 2 1/4. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ശ്രേണി എങ്ങനെയാണ് വരുന്നത്, 3/4 1 1/2 2 1/4. ഇതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡി കാണണം. ഡി ഈക്വൽ ടു ആദ്യം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഡി കാണിച്ചതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇവിടെ ചിലത് ഭിന്നസംഖ്യകളും ചിലത് മിശ്ര ഭിന്നങ്ങളായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെയായിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനൊക്കെ എല്ലാം ഒരേപോലത്തെ ആക്കണം. അപ്പോൾ 3/4 നമുക്കൊന്നും ചെയ്യില്ല, അതുപോലെ എഴുതി. ഇനി 1 1/2 നമുക്ക് എങ്ങനെ എഴുതാറോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ വിഷമ ഭിന്നാണ്, അത് നമ്മൾ മിശ്ര ഭിന്നാക്കി ഭിന്നസംഖ്യയായിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരുന്ന നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്യുക. 1 × 2 2 2 + 1 3/2 ആവും. 3/2 ആണ് ഇങ്ങനെ വന്നത്. ഇതിന് 2 ഇൻറ്റു ചെയ്തു, അതിനോട് ഇത് ആഡ് ചെയ്തു. ഇപ്പോൾ 4/2 അല്ല 4/5 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് വരും, ഇത് 2 ഇൻറ്റു ചെയ്യുക. 3 5 15 15 + 4 19/5 വരും. ഇത് അങ്ങനെ ഇതെന്താണ്, 2 2 2 + 1 3 3/2 2. അപ്പോൾ 3/2 കിട്ടി. ഇതിന് പകരം 3/2 ഇതും ഇതും പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി ഇതിനെന്താണ്, ഈ 4 8 8ഉം 1ഉം 9 9/4. ഇതാണ് നമ്മൾ ഇതും ഇതും സെയിം ആട്ടോ, ഇതേ ശ്രേണിയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ഡി കണ്ടുപിടിക്കണം. ഡി പറഞ്ഞാൽ 3/2 - 3/4. അപ്പോൾ ക്രോസ് ചെയ്യാം. ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. 3 × 4 12 3 4 12 മൈനസ് ഈ 3 6 ബൈ ഈ 4 8. 12 നിന്നും 6 പോകുമ്പോൾ നമുക്ക് 6 കിട്ടും. 6/8. 6ഉം 8ഉം ആണ്. 2ഉം 6 നമുക്ക് എങ്ങനെ എഴുതാം, 6 നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാൻ 6 നമുക്ക് 3 × 2 എഴുതാം, 4 4 × 2 എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2നും ഈ 2നും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി ആരാണ്, 3/4 ആവും. അപ്പോൾ നമ്മളെ ഡി എന്താണ്, 3/4 ആണ്. ഞാനിവിടെ വായിക്കണം, നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 3/4. നമുക്ക് എന്ത് കിട്ടി, ഡി കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒന്നാം പദം എത്രയാണ്, 3/4 ആണ്. എന്നാം പദം എത്രയാണ്, എന്നാം പദം ഇവിടെ 3 ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് പദമാറ്റം പറഞ്ഞാൽ 3ൽ നിന്നും 3/4 കുറച്ചത് ഈക്വൽ ടു സ്ഥാനമാറ്റം പറഞ്ഞാൽ n - 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 3/4.
അങ്ങനെയാണല്ലോ കിട്ടുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിവിടെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിവിടെ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാണ് 3/1 എടുത്തു ബൈ 3/, നേരത്തെ പോലെ ഇതിനെ ഭിന്നസംഖ്യയ്ക്ക് എഴുതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 3 × 4 3 × 4 12 3 12 ഇങ്ങോട്ട് ചെയ്തു മൈനസ് 1 3 3 ബൈ 1 4 4. അപ്പോൾ 12 നിന്നും 3 പോകുമ്പോൾ എന്ത് കിട്ടും? 12 നിന്നും 3 പോകുമ്പോൾ നമുക്ക് 9 കിട്ടി. 9/4 കിട്ടി. അപ്പോൾ ഇതിന് പകരം ഞാൻ 9/4 എഴുതാണ്. ഇവിടെ സ്ഥലക്കുറവ് കൊണ്ട് എന്നോട് മായ്ക്കുകയാണ്. ഇതിന് പകരം എന്താണ് 9/4 = n-1 × 3/4. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇവിടത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതെന്താവും? ഹരണമായിട്ട് മാറും അല്ലേ. അപ്പോൾ 9/4 ഹരണം 3/4 = n-1 കിട്ടി. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ നമ്മൾ പറഞ്ഞു? വ്യുൽക്രമം കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9/4 × 3/4 വ്യുൽക്രമം പറഞ്ഞാൽ എന്താണ്? 4/1 = n-1. 4ഉം 4ഉം കട്ട് ചെയ്ത് പോയി. 4/3 കേട്ടോ. ഇപ്പം ബാക്കി എന്താണ്? 9/3 വരിക. അപ്പോൾ 9/3 നമുക്ക് 9 നമുക്ക് 3 × 3 എഴുതാം, 3 3 എഴുതാം. ഈ ഓരോ 3 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ വരിക? 3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ n-1 നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. n-1 = 3 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇതിലൊരു പദമാണ് ഇത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എന്തെഴുതാം? ഇവിടെ ഉണ്ട് n-1 = 3 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഒരു നമ്പർ കൂടി നോക്കണം. 4 ഇതിലൊരു പദമാണോ നോക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെയിമാണ്. ഇവിടെ നമുക്ക് 4 എന്ന് എഴുതാം. ഇത് 4 ഒരു പദമാണോ? അപ്പോൾ എന്നാം പദം നമ്മൾ 4 എടുത്തു. ഒന്നാം പദം 3/4 തന്നെയാണ്. പദം മാറ്റം എന്ന് പറഞ്ഞാൽ 4 - 3/4 = n-1 × d എന്ന് പറഞ്ഞാൽ 3/4. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. എന്ത് ചെയ്യാം? ഇവിടെ 1 എടുത്തു. 4 4 16. ഇങ്ങോട്ട് ചെയ്തു -3. ഇവിടെ ചെയ്തു -4. 1 × 4 4 = n-1 × 3/4. നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വന്നു? 16 നിന്ന് 3 പോകുമ്പോൾ എന്ത് വന്നു? 13 വന്നു അല്ലേ. 16 നിന്ന് 3 പോകുമ്പോൾ അപ്പോൾ നമുക്ക് 13/4. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതാണ്, ഇപ്പുറത്തെ എഴുതാണ്. അപ്പോൾ 13/4 ഉണ്ട്. ഇനി 3/4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? ഇവിടെ ഇൻറ്റു ചെയ്തത് ഡിവൈഡായി 3/4 = n-1 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വ്യുൽക്രമം കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 13/4 അതുപോലെ എഴുതി ഇൻറ്റു 4/3 = n-1. അപ്പോൾ ഈ 4ഉം 4ആണ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ആരാ ഉണ്ടാവുക? 13/3 ആണ് = n-1. അപ്പോൾ 13ൻ്റെ ഗുണനപ്പട്ടികയിൽ 13 വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ 12 ആണ് നമുക്ക് എഴുതായിരുന്നു. ഇത് എന്തായാലും നമുക്ക് എന്താ കിട്ടുക? ഇതൊരു ദശാംശ സംഖ്യയാണ് കിട്ടുക. വേണമെങ്കിൽ നോക്കാം. 13/3. അപ്പോൾ 3 4 12. അപ്പോൾ ശിഷ്ടം 1 കിട്ടി. അപ്പോൾ ശിഷ്ടം 1 വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് എന്തല്ല, ഇതൊരു എന്താ പറയുക, ഇതിലില്ല. ഈ എന്താണ് ദശാംശ സംഖ്യയാണ്, എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇല്ല എന്ന് എഴുതാക്കാം. ഇല്ല എന്ന് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ അതിൽ ലാസ്റ്റ് താഴെ ഒരു 3-ാം ക്വസ്റ്റ്യൻ ഉണ്ട്. മുകളിലെ പട്ടികയിൽ അതത് ശ്രേണിയിൽ വരുന്ന സംഖ്യകൾ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടെ ഓരോന്നില്ലേ നമ്മൾ n-1 നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. n-1 കണ്ടെത്തിയാൽ n കാണാൻ നമുക്ക് സുഖമാണല്ലോ. അതായത് ഇവിടെ ഉണ്ട്. ഇവിടെ n-1 11 കിട്ടിയ. അപ്പോൾ n-1 = 11 ആണെങ്കിൽ n എന്താണ്? ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 11 + 1 12 ആവും. അപ്പോൾ ഇതിൽ 12ാം പദമാണ്. ഇനി n 8 കിട്ടിയതുകൊണ്ട് n-1 = 8. അപ്പോൾ n = 8 പ്ലസ് ഈ -1 ഇങ്ങോട്ട് വന്നപ്പോൾ +1. അപ്പോൾ ഇവിടുത്തെ 9ാം പദമാണ് ഈ 100. ഇനി ഇവിടെ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ n-1 = 89 കിട്ടിയപ്പോൾ n = 89 + 1 90ാം പദമാണ് ഇത്. ഇനി ഇവിടെ n = 11 കിട്ടും. n-1 = 11 കിട്ടുമ്പോൾ n = 11 പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ +1 അത് 12ാം പദമാണ്. ഇനി ഇവിടെ 15 കിട്ടുമ്പോൾ n-1 = 15. അപ്പോൾ n = 15 + 1 16ാം പദമാണ്. ഇവിടെ n-1 = 3 കിട്ടുമ്പോൾ n = ഈ 3 ഇവിടെ എഴുതി -1 കൂടെ വന്നപ്പോൾ +1 4ാം പദമാണ്. അപ്പോൾ n-1 ഇട്ട് പിന്നെ n കാണാൻ നമുക്ക് എന്താണ്? സോ സിമ്പിളാണ് അല്ലേ. അപ്പോൾ
വീഡിയോ കുറച്ച് വലുതായി വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തവർക്ക്, തുടക്കക്കാർ, ആദ്യമായിട്ട് പഠിക്കുന്നവർ, പഠിക്കാൻ ആഗ്രഹമുള്ളവർ, ബേസ് ഇല്ലാത്തവർ, പഠിക്കാൻ ഉള്ളവർ, അങ്ങനത്തെവർക്ക് ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് കുറച്ച് വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഡൗട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.